ആശുപത്രി കിടക്കയിൽ എന്റെ ദൈവേ എന്ന് പറയാൻ അമ്മക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് പറയാൻ അമ്മക്ക് കഴിയില്ല. കാരണം അമ്മയെ പോറ്റുന്നതാരാ? നിരീശ്വരവാദിയായ മകൻ. വിഷ്ണു പുരാണത്തിലെടുത്ത് നോക്കണോ? വിഷ്ണു പുരാണത്തിലുണ്ട്, ഇവിടെ ഉണ്ട് ഇതൊക്കെ. ഞാൻ ഇതൊന്നും വെറുതെ പറയല്ല, ഞാനിത് പഠിച്ചു പറയാം. സ്ത്രീകൾ ഒരു പുരുഷന്റെ കയ്യിൽ നിന്ന് മറ്റൊരു പുരുഷന്റെ കയ്യിലേക്ക് ഒഴുകി നടക്കും. ഇതന്നെയല്ലേ മുത്തുനബി വേറൊരു ഭാഷയിൽ എന്ത് പറഞ്ഞു? ഹബീബാ നബി പറഞ്ഞില്ലേ ഇല്ലേ? നോക്കുന്ന അടിസ്ഥാനം തന്നെ. അപ്പൊ എല്ലാ വേദങ്ങളും എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും 99% പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? ഇതിനൊക്കെ അടിസ്ഥാനത്തിലുള്ള നബിമാരുണ്ട്. ആ നബിമാർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ നബിമാർ ലോകത്തെ അവസാനത്തെ നബി അല്ല. അവസാനത്തെ നബി പറഞ്ഞോളും. ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ, എന്നിട്ടുള്ള ഓത്തുകളും നിസ്കാരവും, ആ നിസ്കാരത്തിന്റെ ഉള്ളിലായാൽ പുറത്തായാലും ഉള്ള ഓത്തും, അത് സംയോജനത്തിന് ഏറ്റവും ശക്തിയുള്ളതാണ്. എന്താ സംയോജിക്കുക അവിടെ? നാവ് പറയും, ചെവി കേൾക്കും, ഹൃദയം സ്വീകരിക്കും. ആ മനുഷ്യൻ നിരീശ്വരവാദിയാവൂല. ഓൻ കണ്ട പ്രസംഗത്തിനൊന്നും പോയിരിക്കൂല. എന്താ നമ്മൾ കണ്ട പ്രസംഗത്തിനൊക്കെ പോയിരിക്കണത്? കണ്ട പ്രസംഗത്തിനൊക്കെ പോയിരിക്കാൻ പാടില്ല. അത് മൂപ്പർക്ക് ആളെ കിട്ടാത്തതുകൊണ്ട് പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ആരും അടുത്ത ആഴ്ച വന്നിട്ടില്ലെങ്കിലും അള്ളത് കേൾക്കാൻ വേറെ ആളെ വരും. അത്ര ഒരാളും വന്നിട്ടില്ലെങ്കിലോ? അതിനാണ് അള്ളാഹു തആല കൊറോണ എന്ന ബഹുമാനപ്പെട്ട ദീനം തന്നത്. നിങ്ങളൊരാളില്ലാതെ ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യല്ല ഒന്നങ്ങനെ. അപ്പൊ അതിലെ ആളുകൾ നടന്നു പോകുമ്പോ പറയും പിരാന്തൻ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലോ. പിരാന്തൻ, ആ ചങ്ങായിക്ക് പിരാന്തൻ. ഇവിടെ ഒരു ആളിരിക്കും, അയാള് മൈക്കൊക്കെ ശരിയാക്കും, ഞാൻ പ്രസംഗിക്കും, നിങ്ങൾ പെരയിലിരുന്ന് കേൾക്കും. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രസംഗിക്കും, ആള് ജനങ്ങൾ മുന്നിലുള്ളത് പോലെ. അപ്പൊ നടന്നു പോണവര് എന്ത് വിചാരിക്കും? ഈ ചങ്ങായിക്ക് ഇത് നിർത്താനായില്ലേ, പിരാന്ത്. അന്ന് നിങ്ങൾ ബേജാറാണ്ട, ആളുണ്ടായാലും ആളില്ലെങ്കിൽ എന്ത് മനസ്സിലായില്ല ചിന്തിക്ക. അള്ളാഹു നമുക്ക് നാഫിയായില്മിനെ തരട്ടെ. അതൊന്നും നമ്മളെ ബാധ്യതയല്ല, നമ്മളെ വിഷയമല്ല. എന്ത് ചെയ്യാം? ഇത് പതിവായി തുടരുന്നൊരു വ്യക്തി കണ്ടതിനൊന്നും പോയിരിക്കൂല. കണ്ട പ്രസംഗമൊന്നും കേൾക്കാൻ ഇരിക്കരുത്. ഒരാൾ ഇൽമ പറയുന്നുണ്ട് എന്ന് കേട്ടാൽ ഫല്യതഫഖദ് അൻഹു, അയാളെ പറ്റി അന്വേഷിക്കണം. ഇൻകാന സാഹിബ ബിദ്അത്തിൻ, അയാളൊരു ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ തഖഉദന്ന അലൈഹി, അയാൾക്ക് ഇരുന്ന് കൊടുക്കരുത്. ഫഇന്നഹു യതകല്ലമു ബിലിസാനി ശൈത്വാൻ, പിശാചിന്റെ നാവായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. എവിടെ ഉണ്ട് ഈ വാക്ക്? ഇത് യഹ്യയിലുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി കിതാബുൽ ഇൽമിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ വന്നോളി, ഞാൻ കാണിച്ചു തരാം. എന്താ പറഞ്ഞത്? പ്രസംഗം കേൾക്കുമ്പോൾ ഇരുന്ന് കൊടുക്കരുത്. ആ പ്രസംഗം നടത്തുന്നവൻ അന്വേഷിക്കണം. ഇൻകാന സ്വാഹിബ ബിദ്അത്തിൻ, അവനൊരു വഹാബിയോ അതുപോലത്തെ ഒരു സാധനം ആണെങ്കിൽ ഫലാ തഖഉദന്ന അലൈഹി, അയാൾ അടുത്ത് പോയിട്ട് ഇരിക്കരുത്. എന്തുകൊണ്ട്? ഫലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്വാൻ, പിശാചിന്റെ നാവല്ലാത്തൊരു നാവ് കൊണ്ടും അല്ലാതെ അയാൾ സംസാരിക്കുകയില്ല. അപ്പൊ അയാൾ നാവുമ്മൽ ആരുണ്ടാവും? ശിശാചുണ്ടാവും. നിങ്ങൾ നാശാവും. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിമർശിക്കാൻ വേണ്ടി പോലും ഒരു വഹാബിയുടെ പ്രസംഗം എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല. ഇല്ല, വഹാബികൾക്ക് മറുപടി പറഞ്ഞിട്ടില്ലേ? ജീവിതം മുഴുവൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുക? ഒരാളൊരു ക്ലിപ്പ് അയച്ചു തരും, ഇങ്ങനെ ദുആന്ന് കേട്ടു കിസ്താതെ. അപ്പൊ ഞാൻ തിരിച്ചവനോട് പറയും, ഇജൊന്ന് കേട്ടു, എന്നിട്ട് എന്താ എഴുതിണ്ടാക്കി. നമ്മളവിടെ വഹാബികൾക്കൊരു മറുപടി അറിയണം. നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചാൽ ആ വരും. ഓരോ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം, എന്നിട്ട് എൻ്റെ അടുത്ത് അത് എഴുത്ത് കൊടുന്നു തരണം. എന്താ ഞാൻ മറുപടി പറഞ്ഞുതരാം? പ്രസംഗം കേൾക്കൂല. പേകാലത്ത് ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു, ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സ് നാശാകും. അത് ചെയ്യരുതെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ചെയ്തോട്ടെ, നമ്മളെ കേൾക്കണ്ട. ഫലാ തഖഉദന്ന അലൈഹി, അയാൾക്ക് ഇരുന്നു കൊടുക്കരുത്. ഫഇന്നഹു ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്വാൻ, അയാൾ പിശാചിന്റെ നാവ് കൊണ്ടല്ലാതെ സംസാരിക്കൂല. അപ്പൊ കണ്ടതിനൊക്കെ ഇരുന്നു കൊടുക്കരുത്. അയാളെ തീറ്റയും കൂടി എവിടുന്നാണ് അന്വേഷിക്കണം. ഇൻകാന ത്വഅമുഹു വശറാബുഹു മിൻ ഹറാമിൻ,
അയാളെ തീറ്റയും കൂടി ഹറാമിലാണെങ്കിൽ അയാൾക്ക് ഇരുന്ന് കൊടുക്കരുത്. എന്തുകൊണ്ട്? ഹവയുടെ നാവല്ലാതെ അയാൾക്ക് ഉണ്ടാവില്ല. കാരണം ഹറാമ് തിന്നോനും കുടിക്കണോനും എന്താ ഉണ്ടാവുക? എന്താണ് ഹവ, ദേഹേച്ഛ. അപ്പൊ ഒരാൾ പ്രസംഗിക്കുമ്പോഴത്തിന് അയാൾക്ക് പാഞ്ഞു കൂടരുത്. ഇപ്പൊ നമ്മളെല്ലാരും ഇതാ ചൊർക്ക്, എന്താ ചൊർക്ക്, അതിനൊന്നും ഇരുന്ന് കൊടുക്കരുത്. അതിന് ഇരുന്ന് കൊടുക്കരുത്. ഞങ്ങൾ ഇരുന്ന് കൊടുത്താൽ എന്റെ തടി നാശാവും. പിന്നെ അതിനെ മാത്തപ്പെടുത്തൽ തുടങ്ങും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയത് ചെറിയതൊന്നുണ്ട്, കേറിയാ കഴിഞ്ഞ്, പിന്നെ വളരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതിനൊന്നും ഇരിക്കൂല. ഇവന് രാവിലെ ഡയറക്ഷൻ ക്ലിയർ ആണെങ്കിൽ സുബഹിക്കണീറ്റു, തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി, തഹജ്ജുദിൽ ഓതി. അല്ല, അങ്ങനെ ഓത്തറിയില്ല, കൂടുതൽ ഹിഫ്ളില്ല, തഹജ്ജുദ് കഴിഞ്ഞോടി. ഇവിടെ വത്ത് നടക്കും. വത്ത് എന്നാൽ സംയോഗം. ഇതെന്താ ഇവിടെ സംയോഗം എന്നാ പറയാൻ കാരണം? മൂന്നാളും ഇങ്ങോട്ട് ഒട്ടും. ആണ് പെണ്ണിലെ കുട്ടുക, പെണ്ണാണിലെ കുട്ടുക. ഇതാണല്ലോ സംയോഗം. ഇവിടെ സംയോഗം എന്താണെന്നറിയോ? നാവ് കൊണ്ട് പറയുമ്പോഴത്തേന് ഒന്നും ശ്രദ്ധിക്കാതെ ചെവി ഇങ്ങോട്ടൊട്ടും, ഹൃദയം ഇങ്ങോട്ടൊട്ടും, മൂന്നൊരു കട്ടയുണ്ടാവും. അവിടെയാണ് വത്ത്. ഓലെ സംയോഗം അവിടെ നടക്കും. ഓലെ സംയോഗം നടന്നാൽ മുഅ്മിനാവും. അങ്ങനത്തെ സംയോഗം ഇപ്പം നടക്കണില്ല. അതാണ് ജിഗാഫറായി അല്ലെങ്കിൽ മുത്തത്തിയായി അത് തമ്മാടിയായി തുടരുന്നു. അള്ളാഹു കാക്കട്ടെ. പറഞ്ഞ മനസ്സിലായി? വത്തിന്റെ അർത്ഥം പറഞ്ഞ മനസ്സിലായേ? വത്തിന്റെ അർത്ഥം അറിയാലല്ലോ എല്ലാവർക്കും. ഹിയ അഷദ് വത്അൻ, സംയോജനത്തിന് ശക്തമായ സാധ്യതയുള്ള സമയമാണത്. അതായത് നീ ഓതുക. അപ്പൊ ആര് കേൾക്കും? ചെവി കേൾക്കും. ആര് അടുത്തേക്ക് വരും? ഹൃദയം. ഇവര് ഒരു കട്ടയിൽ മൂന്നാളും ഒറ്റ കട്ട. ആ വ്യക്തി ഇനി നാശാവൂല. ആ വ്യക്തി ലിബറലിസ്റ്റ് ആവൂല. ആ വ്യക്തി നിരീശ്വരവാദിന്റെ വാക്ക് കേൾക്കാൻ പോവില്ല. പോക്കാണ്, എനിക്കറിയില്ല. അതിലും കുറച്ച് കാര്യമുണ്ടെന്ന് ഇതില്ലാത്തവനെ പറയുള്ളൂ. മനസ്സിലായില്ലേ? ആഖിർ സമാനാണ്, ആഖിർ സമാനാണ്, ആഖിർ സമാനാണ്, ആഖിർ സമാനാണ്. അത് മനസ്സിലായിക്കോളി. ആഖിർ സമാനാണ്. നിങ്ങൾക്കെന്നെ മനസ്സിലായി? എനിക്ക് മനസ്സിലായത് ആഖിർ സമാനാണ്. എന്താ നിങ്ങൾക്ക് തെളിവ്? ഞാൻ പറഞ്ഞ തെളിവ് ആഖിർ ബൈന ഖുർബ യദയ സഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ്. തക്തഫിൽ മർഅതു ബിൽ മർഅതി വയക്തഫിർ റജുലു ബിർ റജുലി ബൈന യദയ സഅ. അർത്ഥം വെക്കടാ ഉമ്രബിസക്കാരെ, നോക്കൊക്കെ അർത്ഥം അറിയാലോ ഇതിന്റെ. ബൈന യദയ സഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ്. ബൈന യദൈ, തൊട്ട് മുമ്പ്. മനസ്സിലായില്ലേ? ബൈന യദയ്യ കോബുൻ, ഇതിന്റെ തൊട്ട് മുന്നിൽ കോപ്പയാണ്. വബൈന യദയ്യ കിതാബുൻ വബൈന യദയ്യ നളാറത്തുൻ വബൈന യദയ്യ മിൻദീലുൻ. ബൈന യദയ്യ, എന്റെ തൊട്ടുമുമ്പ്. ബൈന യദയ സഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ്. തക്തഫിൽ മർഅതു ബിൽ മർഅ, പെണ്ണിന്റെ ലൈംഗിക സുഖത്തിന് പെണ്ണ് മതിയാകും. വയക്തഫിർ റജുലു ബിർ റജുലി, ആണിന്റെ ലൈംഗിക സുഖത്തിന് ആണും മതിയാവും. പെണ്ണ് പെണ്ണിനെ കെട്ടും, ആണ് ആണിനെ കെട്ടും. ഇന്ന് മലബാറിലെ മാപ്പിളച്ചയാൾ പ്രൊമോട്ട് ചെയ്യണത് ഇതാണ്. ഒരു കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ആണോ അല്ലേ? നിങ്ങൾക്ക് ഇനി എന്താ ഖിയാമത്ത് നാളായി? നിങ്ങൾക്ക് എന്താ തെളിവ്? ചില ചോദിക്കാ, ഖിയാമത്ത് നാളിലല്ലേ അങ്ങനെ പറഞ്ഞത്? ഇത് ഖിയാമത്ത് നാൾ ആരാ? ചങ്ങായി ഇതൊക്കെ എത്ര ബാൽപ്പുണ്ടല്ലോ. ബൈന യദയ സഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുന്നിലെത്തിയാൽ തക്തഫിൽ മർഅതു ബിൽ മർഅ, പെണ്ണ് പെണ്ണിനെ കൊണ്ട് മതിയാക്കും. വയക്സുറു സിന, ആണും പെണ്ണാണെങ്കിൽ വ്യഭിചാരം അധികരിക്കും. വിഷ്ണു പുരാണത്തിലുണ്ട് ഒരു വാക്ക്, സ്ത്രീകൾ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് കയ്യിലേക്ക് പറന്ന് നടക്കും. വേദങ്ങളൊക്കെ തമ്മിൽ ബന്ധമുണ്ടാവും. അടിസ്ഥാനം അതിലൊക്കെ നുബുവത്തുണ്ടാവും. പിന്നീട് എന്തോ ആയതാണ്. ലോകാവസാനം അടുക്കുമ്പോൾ ഒരാൾക്ക് ദൈവമേ എന്ന് പറഞ്ഞാൽ ഒരാശ്വാസമുണ്ടെന്ന് അയാൾക്കറിയും. പക്ഷേ അയാളുടെ പരിസരം അത് പറയാൻ അയാളെ സമ്മതിക്കില്ല. വിഷ്ണുപുരാണം എന്താ പറഞ്ഞേ? എന്തുകൊണ്ട്? ദൈവമേന്ന് പറയാൻ അയാൾക്കന്ന് കഴിയില്ല. എന്തുകൊണ്ട്? അയാൾക്കറിയാം ദൈവമേന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ രോഗത്തിനൊരു ആശ്വാസം ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷെ അയാൾ അത്
എന്തുകൊണ്ട്? വിഷ്ണു പുരാണത്തിലുണ്ട്, ഇവിടെ ഉണ്ട് സാധനം. എന്താണ് പറഞ്ഞ എന്താ പറഞ്ഞ അർത്ഥം എന്താ പറയണം? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് പരിസരവാസികളൊക്കെ ആരായിരിക്കും? നിരീശ്വരവാദികളാകുമ്പോ മകൻ നിരീശ്വരവാദികളെ മുന്നിൽ അച്ഛനെന്ന് പറയാൻ കഴിയില്ല. ഓനെ നോക്കണത്, ഓനെ പൈസ ചെലവാക്കണത്. അമ്മക്ക് പറയാൻ കഴിയില്ല, കാരണം അമ്മക്ക് പൈസ ചെലവാക്കുന്ന ആരാ? ഈ നിരീശ്വരവാദിയായ മകൻ. അപ്പൊ അമ്മക്കുണ്ടാവും ആശുപത്രി കിടക്കയിൽ എന്റെ ദൈവേ എന്ന് പറയാൻ അമ്മക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് പറയാൻ അമ്മക്ക് കഴിയില്ല, കാരണം അമ്മയെ പോറ്റുന്നതാരാ? നിരീശ്വരവാദിയായ മകൻ. വിഷ്ണു പുരാണത്തിൽ എടുത്ത് നോക്കണോ? വിഷ്ണു പുരാണത്തിലുണ്ട്, ഇവിടെ ഉണ്ട് ഇതൊക്കെ. ഞാൻ ഇതൊന്നും വെറുതെ പറയല്ല, ഞാനിത് പഠിച്ചു പറയാം. സ്ത്രീകൾ ഒരു പുരുഷന്റെ കയ്യിൽ നിന്ന് മറ്റൊരു പുരുഷന്റെ കയ്യിലേക്ക് ഒഴുകി നടക്കും. ജന്നല്ലേ മുത്തുനബി വേറൊരു ഭാഷയിൽ എന്ത് പറഞ്ഞു? ഹബീബാ നബി പറഞ്ഞില്ലേ ഇല്ലേ? നോക്ക് നിങ്ങൾ അടിസ്ഥാനം തന്നെ. അപ്പൊ എല്ലാ വേദങ്ങളും എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും 99% പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? ഇതിനൊക്കെ അടിസ്ഥാനത്തിലുള്ള നബിമാരുണ്ട്. ആ നബിമാർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ നബിമാർ ലോകത്തെ അവസാനത്തെ നബി അല്ല, അവസാനത്തെ നബി പറഞ്ഞോളും. ബൈബിള് നോക്കിയാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ കൂടുതൽ കാണൂല. എന്തുകൊണ്ട്? ഈസ എന്ത് പറഞ്ഞു? ഞാൻ പോയാലേ കാര്യസ്ഥൻ വരൂ. എനിക്ക് ശേഷം വരുന്നുണ്ട് ആര്? ഒരു റസൂൽ. ആ ആളുടെ പേരെന്താണ്? അഹ്മദ്. ഇല്ലേ? പറഞ്ഞല്ലോ. അപ്പൊ 99% ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞത് ആരാ? മുഹമ്മദ് മുസ്തഫ. അതന്നെ ലോകാവസാനം. ലോകാവസാനത്തിന് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും മനുഷ്യന്മാരെ ശൈലികളും രീതികളും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടെയും മനുഷ്യന് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനങ്ങൾ എവിടെയൊക്കെ പ്രേരിപ്പിക്കും. അതിനൊക്കെ ഇനി പ്രൊട്ടക്ഷൻ എടുത്തിറങ്ങണം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടെ, കൊറോണ കാലത്ത് നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? മാസ്ക് ഇടും. പൊരിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാസ്ക് ഇടും. മാസ്ക് ഇങ്ങനെ അട്ടിയായി കൊണ്ടുവന്ന് നോക്കും പൊരിയിൽ. ഞാൻ പോലീസുകാരെ കാണുമ്പോൾ മാസ്ക് ഇടും. പോലീസുകാർ പോയാൽ മാസ്ക് തന്നെ. കാരണം മൂക്കടക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല. ഇനി മൂക്കടച്ചത് കൊണ്ട് ഈ സാധനം അങ്ങോട്ട് പോയി കിട്ടില്ല. നിങ്ങളിൻ്റെ കൂടെ അല്ല, മനസ്സിലായില്ലേ? വൈറസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാധന. അത് ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ ആ ടവലിൻ്റെ ഇടയിൽ കൂടി 10,000 എന്നാണ് കയറും. ലോകാക്കട്ടെ. പിന്നെ ശ്വസന പ്രക്രിയ നാശത്തിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അടക്കലില്ല. ഏതായാലും പണ്ട് അങ്ങനെ അടച്ചിരുന്നല്ലോ. ശരി, എന്തുകൊണ്ട്? ഒരു പ്രൊട്ടക്ഷനാണ്. യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യും? പടയങ്കി ധരിക്കും. പടയങ്കി. എന്റെ അമ്പെയ്താലും ഇരുമ്പിന്റെ ഒരു പടച്ചട്ട എന്റെ അമ്പെയ്താലും അയ്മതോട് തെറിച്ചു. ഈമാന് പടച്ചട്ട ധരിച്ചിട്ടാണോ ഇറങ്ങല്? ഈമാനിൽ പടച്ചട്ട ഇരിക്കണല്ലോ. ഈ മൂക്കും ഈ തൊള്ളയും മാത്രമേ സംരക്ഷിക്കേണ്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഈമാനാണ് സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ പോയാലെന്താ? വൈറസ് കയറിയാൽ എന്താ ഉണ്ടാകുക? പറയും, മരിച്ചു. വൈറസ് കയറിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? വൈറസ് കയറിയതുകൊണ്ടോ 3-ാം ദിവസം മരിച്ചു. വൈറസ് കയറിയിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കൂടി ജീവിക്കാൻ. ചങ്ങായി, ഇത്ര ബൽപ്പുണ്ടല്ലോ. മനുഷ്യൻ മരിക്കുന്ന ഡേറ്റിന് അന്നും മരിക്കും. എൻ്റെ ഒരു ചങ്ങായിണ്ട് അവിടെ, കൊയിലാണ്ടി അപ്പുറം. പറയും, ഞങ്ങൾ 3 ആള് സുബഹിസ്കരിക്കാൻ പോകും. 2 ആള് നടക്കാൻ വേണ്ടി പോയും. എന്നെ വിളിച്ചാൽ എനിക്ക് ഉറക്കം തീർന്നിട്ടുണ്ടാവില്ല. ഞാൻ ഉറങ്ങാൻ പോകുക. അപ്പോൾ ഓരിന്നോട് പറയും, ഇങ്ങനെ ഉറങ്ങാൻ നടന്നോ പായ, ദൈവം പോയിട്ടേ അറിയുള്ളൂ. ആ 2 ആളും മരിച്ചു. ഒരാൾ പാമ്പ് അടിച്ച് മരിച്ചു, ഒരാൾ ഓട്ടോറിക്ഷ ചവിട്ടി മരിച്ചു. ഞാൻ ബാക്കിയാ ഉറങ്ങണ. ഞാൻ ഇപ്പോഴും ബാക്കിയാണ്. അപ്പൊ ഈ നടക്കളൊക്കെ വെറുതെയാണ് കാസിമി. അതിലൊന്നും കാര്യമല്ല. നടക്കണ്ടെന്നല്ല പറഞ്ഞിടത്ത് ഓൻ പറഞ്ഞിടത്ത് കാര്യമുണ്ട്. ഇതൊന്നും പേടിക്കണ്ട. പിന്തൂല്ല മുന്തൂല്ല പേടിക്കണ്ട.
അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ അല്ല, ആദ്യം വേണ്ടത് എന്താ? ഈമാൻ. ഇതിന്റെ പ്രൊട്ടക്ഷൻ എന്താ? പകലോ പകലിൽ നിങ്ങൾക്ക് പലതരം തിരക്കുകൾ ഉണ്ടാവും. നിനക്കൊരു തിരക്കില്ലെങ്കിലും പരിസരത്തെ തിരക്കുകൊണ്ട് അപ്രകാരം ശബ്ദം ഉൾക്കൊള്ളാൻ ഹൃദയത്തിന് കഴിയൂല. അപ്പൊ ആ സമയത്ത് ബസ്സില്ല, വണ്ടിയില്ല, ഒന്നുമില്ല, ഇങ്ങനെ ശബ്ദം ഇങ്ങനെ കേറും. റബ്ബിന്റെ ദിക്റിൽ ഇസ്മിൽ അങ്ങോട്ട് ഏർപ്പെട്ടോ. ആ നേരത്തെ ലയിച്ചോ. ആരും ലയിച്ചോ? അല്ലാഹു. ലയനം. മനസ്സിലായില്ലേ? ലയിക്കാറിനാൽ ഇപ്പം എന്താ? ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? മുക്കി തിന്നാ അത് വാക്യം, വെള്ളം വേറെ, ബിസ്ക്കറ്റ് വേറെ. ഇത് കിട്ട് പൊട്ടിച്ചു, പൊടിച്ചിട്ട് പൊടിച്ചിട്ട് ഇതിലിട്ടു. എന്നിട്ട് ഒന്നിങ്ങനെ കുലുക്കി. ഇപ്പം എന്തായി? എന്ത്? ലയിച്ചു. റബ്ബിന്റെ ദിക്റിലേക്ക് ലയിച്ചോ. റബ്ബിലേക്കല്ല, റബ്ബിന്റെ ദിക്റിലേക്ക്. വല്ലാത്തൊരു ലയനം. 2 വട്ട വാക്ക് പറഞ്ഞു. ആ ഭാഗമൊക്കെ കാണാതെ പഠിക്കണം. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا അവനിലാണ് ലയിച്ചിട്ട്, അവൻ്റെ ദിക്റിലാണ് ലയിച്ചിട്ട്. ഫത്തഖിദുഹു വക്കീല, നീ അവനെ വക്കീലാക്ക്. പിന്നെന്ത്? SIR അടയങ്ങായി ഇടുക്കേണ്ട പണിയെടുത്തച്ചോ. ബാക്കി ആര് നോക്കും? മനസ്സിലായില്ലേ? എന്തിനാ വെറുതെ? ഇപ്പൊ എല്ലാവർക്കും പണിയില്ല. കാര്യമായി പണിത നമ്മുടെ പലസ്തീനിൽ 1000 കൊന്നു, അവിടെ ഒറീസയിൽ കൊന്നു, അവിടെ ബീഹാറിൽ കൊന്നു. അന്ന ആരെങ്കിലും കൊല്ലണത് വരെ മാന്താവിടുക. എന്താ അള്ളാഹ് പറഞ്ഞേ? ഇത് നേരം വെളുക്ക അങ്ങനത്തെ എണീക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. എന്നിട്ട് ഒന്നിക്കെ തഹജ്ജുദ് ഓതുക. നമ്മളെപ്പോലത്തെ തഹജ്ജുദ് കഴിയൂല, എന്നാൽ തഹജ്ജുദ് കഴിഞ്ഞിട്ടൂല. പിന്നെ എന്നാ ഇവിടെ ഒന്നായി. ഇപ്പം നിങ്ങൾ അള്ളാൻ്റെ കലാമും നമ്മളെ തൊള്ളയും ചെവിയും ഒന്നാണ്, ഒന്നായി. പിന്നെ പിന്നെ പണിക്കൊയ്ക്കോച്ച് എവിടെ പോയാലും ഒന്നും പറ്റൂല. യുദ്ധത്തിൽ ഇറങ്ങിക്കോ, എനിക്ക് പടച്ചട്ട ധരിച്ചിട്ടുണ്ട് സുബൈൻ ഉപ്പനെ. റബ്ബിന്റെ ദിക്റിൽ ലയിച്ചള. ഒരു ലയനാണ് ലയിച്ചല, ദിക്റിൽ ആണ് ലയിക്കുക. അത് സുബൈൻ ഉപ്പനെ ലയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിനോ മതിയാവും. റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബി. ഏതാണ് റബ്ബ്? റബ്ബുൽ മശ്രിഖ് വൽ മശ്രിഖ് മഗ്രിബിന്റെ റബ്ബാണത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. ഫത്തഖിദുഹു വക്കീല, ഈ അവനെ വക്കീലാക്കി കളാ. ഞാൻ എൻ്റെ വക്കീല് ഗോപിനാരായണനല്ല, എൻ്റെ വക്കീലാരാ? അല്ലാഹു. ജി കുടുങ്ങൂല. എൻ്റെ വക്കീലാരാ? പറയണേങ്ങായി, എൻ്റെ വക്കീലാരാ? അല്ലാഹു. അവിടെ ഏരിയ ഒന്ന് പഠിച്ചു നോക്കി, എന്താണ് അവിടെ അർത്ഥം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. حسبي ربي جل الله ما في قلبي غير الله
അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഏത് കൂട്ടത്തിൽ കൂടിയാലും അവരെ പോലാവുന്ന. നല്ല നിസ്കാരം പള്ളി കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൾഫിൽ പോയി, പിന്നെ കള്ളാച്ചനോലെ കൂട്ടത്തിൽ പെട്ടു. പിന്നെ കള്ള് കുടിക്കലും വിൽക്കലും പണിയായി. അങ്ങനത്തെ ആളെ എനിക്കറിയാം. ഇവിടെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ എന്തില്ല, പ്രൊട്ടക്ഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയപ്പോൾ അതിൽ കൂടി. മറ്റേ ഒന്നാം ദിവസം തന്നെ ഒരു രാത്രി അവിടെ നിന്നില്ല. അങ്ങനെയും വരും. ഇത് ഞമ്മക്ക് പറ്റൂല. അപ്പോൾ കഫീൽ പറഞ്ഞു അങ്ങനെ പോകേണ്ടി വരും, ആയിക്കോട്ടെ പോകാം, ഇവിടെക്കാൻ പറ്റൂല, എൻ്റെ ഈമാനാശാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആട് മേക്കണമെന്ന് പ്രശ്നമില്ല, പക്ഷെ ഓലപ്പം നിൽക്കാൻ കഴിയൂല. വേറെ റൂമെന്നാ ഞാൻ നിൽക്കാം. ആട് മേക്കൽ പണി എനിക്ക് വിഷയമില്ല, അമ്പിയാക്കളൊക്കെ എടുത്ത പണിയാണ്, എനിക്ക് വിഷയമില്ല. പക്ഷെ ഓലറിന് നോക്കില്ല. എൻ്റെ ഈമം മനസ്സിലായില്ലേ? പറഞ്ഞു. ഒരാളെപ്പറ്റി അറിയണമെങ്കിൽ അയാളോട് ചോദിക്കരുത്, അയാളെപ്പറ്റി ചോദിക്കേണ്ടത്. ഒരാളറിയണമെങ്കിൽ അയാൾ ആരോടാണ് കൂടിയത് അയാളെ പറ്റി അന്വേഷിച്ചാൽ മതി. ഓൻ കള്ളുടെയാണെങ്കിൽ ഇവനും കള്ളുടെയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാവണ്ടേ? ഞാൻ അവസാനിപ്പിക്കാം. 10 മിനിറ്റ്. അപ്പോൾ ഇവിടേക്കൊക്കെ നമ്മളെ ആളുകൾ എത്താനുള്ള കാരണം എന്താ? ഇപ്പം നിരീശ്വരവാദികളെ കൂട്ടിയപ്പോൾ 4 ദിവസം കഴിഞ്ഞാൽ നിരീശ്വരവാദിയായി. ലിബറസ്റ്റായി. ഓൻ ഓഫീസിൽ ചെന്നു, ആ ഓഫീസിൽ കുറച്ച് നിരീശ്വരവാദികളാണ്. കൈക്കൂലിയൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഓൻ അവിടെ തന്നെയാണ് കൂടി. പിന്നെ ഓന് നിരീശ്വരവാദി. പിന്നെ ഓൻ നിങ്ങളോട് പറഞ്ഞു, പഠിച്ചോൻ അതൊക്കെ വെറുതെ വർത്താനം പറയണം, അതിനൊന്നും വലിയ കാര്യമല്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഒരു നിരീശ്വരവാദി കെട്ടി. അങ്ങനെ എന്ത് ചെയ്തു? ഒരു നിരീശ്വരവാദി കെട്ടി. ആ നിരീശ്വരവാദി കെട്ടിയതിന് ശേഷം ഇവള് നിസ്കരിക്കാറുണ്ടോ? അപ്പോൾ ഓന് പള്ളി പോകണില്ല ചോദിച്ചാൽ പള്ളിക്കൊന്നും പോകണില്ല, നിസ്കരിച്ചു പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നിസ്കാരപനില്ല. ഇവക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവന് നിസ്കാരമില്ല. അപ്പോൾ നിങ്ങൾ നിസ്കരിക്കാൻ ശരി, ഞാൻ നിസ്കരിക്കില്ല, ഞാൻ നിരീശ്വരവാദിയാണ്. എനിക്ക് നിസ്കാരമില്ല, ഞാൻ നിസ്കരിക്കൊന്നുമില്ല. ജോണി നിസ്കരിക്കുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. പഠിച്ചോനൊന്നുമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എനിക്ക് ഇന്നെ കിട്ടിയതല്ലേ. ഈ കുട്ടിക്കാലം മുതലേ ദ്വാർക്കണില്ലേ നല്ലൊരു മനുഷ്യനെ കിട്ടണമെന്ന്. ചിലപ്പോൾ കിട്ടിയ നിരീശ്വരവാദിയായ ഞാനല്ലേ. പഠിച്ചോല്ല എന്നതിന് വലിയ തെളിവ് തന്നെയാണ്. ഓളതുകൊണ്ടൊന്നും മാറിയില്ല. സത്യത്തോളം അമ്മ മരിച്ചതാണ്, കുടുംബം കഷ്ടത്തിലാണ്. ഈ കുട്ടി അമ്മനെ വിളിച്ചു പറഞ്ഞു, കാക്കി ഒന്ന് പാഞ്ഞു വരുന്നോ. കാക്ക വന്നു. ഓള് കയറി നേരം വിളിക്കുമ്പോൾ ഇട്ടും രാത്രി തന്നെ വണ്ടി വിട്ടു. അതിസുന്ദരിയായ പെൺകുട്ടി. അപ്പോൾ പിന്നെ ഒരു പരവട്ടം വിളിച്ചു, ഭീഷണിപ്പെടുത്തിയാലും ഒരു വഴങ്ങിയില്ല. അവസാനം എൻ്റെ അടുത്ത് വന്നു, നിങ്ങളെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ അഡ്ജസ്റ്റ്? എൻ്റെ കുട്ടീൻ്റെ തൊലാക്കുണ്ടായി, എൻ്റെ കുട്ടിയാണ്, എന്നെ വിശ്വസിച്ച് എൻ്റെ പിന്നാലെ നടക്കണ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. ഇനി ഈ തൊലാക്ക് എന്നില്ലെങ്കിൽ നമുക്കൊരു ഒലക്കിയില്ല. എൻ്റെ നിക്കാനെ ശരിയല്ലല്ലോ, പിന്നെ തൊലാക്ക്. ബാക്കി പണി ഞങ്ങളെടുത്തോളം വണ്ടി വിട്ടാറ്. പിറ്റേ ദിവസം ആ മാലിലെ പള്ളിക്കമ്മിറ്റിക്കാരെന്നെ വിളിച്ചു. ആര് എന്തെന്ന് പറയില്ല. ഉസ്താദേ, നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും. ഓൻ അതെന്നെ കിട്ടണം എന്നാണ്. ഓൻ 1, 2, 3 ചോദ്യങ്ങളുണ്ട്, അതിനൊന്നും മറുപടി പറഞ്ഞു കൊടുത്താൽ ഓൻ മുസ്ലിം തന്നെ ആയിക്കോളാം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഉസ്താദേ. ഞാൻ പറഞ്ഞേ, ഇതിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. കാരണം എൻ്റെ അടുത്ത് അത്യാവശ്യം 10-25 കൊല്ലം കന്നുകൂട്ടിയ കാലുണ്ട്. അതുകൊണ്ട് എൻ്റെ ഊരൊക്കെ ഞാൻ ചവിട്ടും. ഇത് വിചാരിച്ച മോദിയല്ലേ. എനിക്ക് ഇന്നാലിന്ന തങ്ങന്മാരോടൊക്കെ ബന്ധമാണ് കാരണം. അത് ഓരോട് ചെലച്ചളഞ്ഞോട് പറയരുത്. അങ്ങനത്തെ മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിക്കമ്മിറ്റിക്കാരൻ എന്നോട് പറഞ്ഞതാണ്, ആണുങ്ങളുണ്ടെങ്കിൽ വരി, ആരാണ് കമ്മിറ്റിക്കാരൻ ചോദിച്ചാൽ അപ്പം പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട ആളുകളാണ് ഇവിടെ. അവസാനം കുട്ടി നമുക്ക് കിട്ടി. ആ കുട്ടി 6 മാസം കഴിഞ്ഞപ്പോൾ സ്വാലിഹായ മൂമിൻ കല്യാണം കഴിച്ചു, റാഹത്തായി ജീവിക്കുക. ഇവിടെ തെളിവ് അള്ളുണ്ട് എന്നാണോ? ഇല്ല എന്നാണ്. അള്ളുണ്ട് എന്നാണ്. അതാ തെളിവ്, അന്തമാണ്. ഞാൻ അള്ളുണ്ട് തെളിവ്. ഒരു നാശാക്കാൻ കിട്ടിയില്ല കുട്ടീനെ. അള്ളാഹ് മനസ്സിലായില്ലേ? അള്ളാഹ് തൗഫീഖ് തരട്ടെ. അതെന്താ കാരണം? പ്രൊട്ടക്ഷൻ ലോൺ ഒരിക്കലും കുടുംബമില്ല.
ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.